വീണ്ടും ഇന്ത്യ ചരിത്ര നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വേൾഡ് കപ്പിന്റെ ഫൈനലിലെത്തി. ഇംഗ്ലണ്ട് ടീം ഇന്ത്യക്ക് ഒരു എതിരാളി പോലും അല്ലായിരുന്നു. 103 റൺസിൽ ഇംഗ്ലണ്ട് ഓൾ ഔട്ടായി. ഇതിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ബൗളേഴ്സിനാണ്. അക്സറും കുൽദീപുമാണ് ഇന്ത്യൻ ടീമിന് വിജയം സമ്മാനിച്ചത്. ഇന്ത്യയുടെ ടാർഗറ്റിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇന്ന് കളി ജയിച്ച് രോഹിത് ശർമ്മ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കളി ജയിച്ച് രോഹിത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇതൊരു ടീം വർക്കിന്റെ വിജയമാണ്. ഇന്നത്തെ വിജയത്തിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ബൗളേഴ്സിനാണ്. ബൗളേഴ്സ് ഇങ്ങനെ കളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. 171 റൺസ് മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. അതൊരു വലിയ ടാർഗറ്റ് അല്ല. ഇംഗ്ലണ്ട് ടീമിനെ ഈസി ആയിട്ട് മറികടക്കാൻ സാധിച്ചേനെ. എന്നാൽ ബൗളേഴ്സ് മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ ടീമിനെ വിജയം സമ്മാനിച്ചു. പ്രത്യേകിച്ച് അക്സറും കുൽദീപും. ഈ രണ്ട് ബൗളേഴ്സാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഞങ്ങളിപ്പോൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്കിലും ഇന്ത്യൻ ടീമിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. ശിവൻ ദൂബെ ശരിക്കും എന്നെ നിരാശപ്പെടുത്തി. അവൻ ഇന്ന് ഡെക്കിലാണ് പുറത്തായത്. ഇന്ന് ഇന്ത്യൻ ടീമിന് വന്ന മിസ്റ്റേക്കുകൾ കണ്ടെത്തി പരിഹരിക്കും. ഫൈനലിൽ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ വരും. സഞ്ജു, ജയ്സ്വാൾ, ചഹൽ ഇവർക്കൊന്നും ഈ വേൾഡ് കപ്പിൽ അവസരം കിട്ടിയിട്ടില്ല. ഫൈനലിൽ ചിലപ്പോൾ ഇവർക്ക് അവസരം കിട്ടിയേക്കും. ഇപ്രാവശ്യം ഞങ്ങൾ കപ്പ് നേടിയേ മടങ്ങുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. ശിവൻ ദൂബെ വീണ്ടും ഡെക്കിലാണ് പുറത്തായത്. ദൂബയ്ക്ക് പകരം സഞ്ജു വരണമെന്നാണ് ആരാധകർ പറയുന്നത്. സഞ്ജുവിനെ ഈ വേൾഡ് കപ്പിൽ ഒരു മാച്ചിൽ പോലും കളിപ്പിച്ചിട്ടില്ല. ദൂബയും അതുപോലെ ഓപ്പണിംഗിൽ കോഹ്ലിയും ഫ്ലോപ്പാണ്. എന്നിട്ടും സഞ്ജുവിനെ എന്തുകൊണ്ട് അവസരം കൊടുക്കുന്നില്ല? അതുപോലെ ജയ്സ്വാളിനെയും കളിപ്പിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ടീമിൽ എടുത്തതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഒരവസരമെങ്കിലും കൊടുത്തു നോക്കണം. എന്നാൽ മാത്രമേ അവരുടെ പ്രതിഭ തിരിച്ചറിയൂ. ഫ്ലോപ്പായ താരങ്ങളെ വീണ്ടും വീണ്ടും കളിപ്പിക്കുന്നു. എന്തായാലും ഇംഗ്ലണ്ട് ടീമിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.